സാലിസ് പ്ലേറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോൾ ദുബായിൽ നിന്ന് നാട്ടിലേക്ക് എത്തിയിട്ടോ. അപ്പോൾ നാട്ടിലുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ ഇപ്പോഴത്തെ എപ്പിസോഡുകളിൽ ഇടണേ. ഞാനൊരു 2 മാസത്തെ ലീവിന് ശേഷം തിരിച്ച് പിന്നെ ദുബായിക്ക് എത്തും. അപ്പോൾ ദുബായിലെ വിശേഷങ്ങളൊക്കെ ഇടാം കേട്ടോ. ഇപ്പോൾ നമുക്ക് നാട്ടിലെ വിശേഷങ്ങളൊക്കെ കാണാം. ഞങ്ങളുടെ ഇവിടെ അടുത്തുള്ള ഫാത്തിമ മാതാ ചർച്ചുണ്ട്. അവിടെ ചെന്നപ്പോൾ അവിടെ കണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഇടണേ. പ്രദക്ഷിണം പള്ളിയിലേക്ക് കയറിയപ്പോൾ ഞങ്ങൾ പിള്ളേരെ കൊണ്ട് പെട്ടിക്കടകൾ ഒരുപാട് കാലമായിട്ട് നമ്മൾ കാണാണ്ട് കിടന്ന പണ്ട് ഒത്തിരി എൻജോയ് നടന്ന ഒരു സംഭവമാണ് പെട്ടിക്കട. അതായത് ഈ കളിക്കുന്ന സാധനങ്ങളും വളകളും ക്രീക്കരി എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ പിള്ളേർക്ക് അത് കണ്ടപ്പോൾ ഭയങ്കര കൗതുകം. അപ്പോൾ അതുങ്ങളെ കൊണ്ട് അങ്ങോട്ട് പോയി. പിന്നെ ഈ വെടിക്കെട്ട് നടക്കുന്നുണ്ട്. അവിടെ വെടിക്കെട്ട് നടക്കുന്നത് അങ്ങേ സൈഡിലായതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്നാലും കാണാം. പക്ഷേ ഞാൻ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ കടകളിലാണ്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ കുറേ സാധനങ്ങൾ പിള്ളേർക്ക് ആവശ്യമുള്ളതൊക്കെ മേടിച്ചു. ഓരോ പെട്ടിക്കടയുടെ ഫ്രണ്ടിലേക്കൂടെ പോകുമ്പോഴും പിള്ളേരെ ഓരോ സാധനങ്ങൾ കാണിച്ച് വിളിക്കും. അത് പിന്നെ അവർക്ക് സ്വാഭാവികമാണല്ലോ, അവർക്ക് അവരുടെ സാധനങ്ങൾ വിൽക്കണ്ടേ. അപ്പോൾ അങ്ങനെ നീട്ടി മിക്കവാറും ഒക്കെ കടകളിൽ നിന്ന് ഞങ്ങൾ ഓരോ ആശ്വാസത്തിന് എന്തൊക്കെ ആശ്വാസത്തിന് വേണ്ടി ഞങ്ങൾ ഓരോ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടു. കാരണം ഈ പിള്ളേർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം മേടിച്ചു. അത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണുന്നത്. വെടിക്കെട്ട് അന്വേഷണം പ്രകൃതിയായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് അത്രയും അന്വേഷണം പോയിട്ട് എടുക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വെടിക്കെട്ട് നിങ്ങളെ കാണിച്ചു തരാത്തത് കേട്ടോ. അപ്പോൾ പെട്ടിക്കടയിൽ നിറങ്ങാൻ ഇപ്പോഴത്തെ മെയിൻ പരിപാടി അതാണ്. അപ്പോൾ വർത്തമാനം മനസ്സിലിരിക്കുന്ന ഇത് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. അപ്പോൾ ഇത് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. എല്ലാവരും കമൻറ്റ് ചെയ്യുക, ലൈക്കൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൊടുത്ത് നമുക്ക് നിർത്താം. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ ഫ്രം സാലിസ് പ്ലേറ്റ്.